ഊട്ടിയുടെ കുന്നുകളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ബോർഡിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. കല്ലുകൊണ്ടുള്ള ഭിത്തികൾ, ഉയരം കൂടിയ മേൽക്കൂരകൾ, അവി പടർന്ന കമാനങ്ങൾ. ഇപ്പോൾ ഭാഗികമായി ആധുനികവൽക്കരിച്ചെങ്കിലും അതിന്റെ കിഴക്കേ അറ്റത്തുള്ള ഒരു മുറി ഇപ്പോഴും നിഷിദ്ധമായിരുന്നു. റൂം 103. വിദ്യാർത്ഥികൾ അതിനെ കണ്ണാടിമുറി എന്ന് വിളിച്ചു. അത് 70 വർഷത്തിലേറെയായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഔദ്യോഗിക കാരണം: ഘടനാപരമായ ബലഹീനത. യഥാർത്ഥ കാരണം: 1951 എന്തോ സംഭവിച്ചു. ആലീസ് ഡികോസ്റ്റ എന്നൊരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒന്ന്. ആലീസ് ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷേ അവസാന വർഷത്തിൽ അവൾ മാറാൻ തുടങ്ങി, നിശബ്ദയും അകൽച്ചയും ഉള്ളവളായി. കണ്ണാടികളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നതായി അവൾ അവകാശപ്പെട്ടു. പ്രതിബിംബങ്ങളായിരുന്നില്ല, ശബ്ദങ്ങളായിരുന്നു. അവ ചില്ലിനടിയിൽ നിന്ന് വരുന്നതാണെന്ന് അവൾ പറഞ്ഞു. ആരും അവളെ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു രാത്രി അവൾ റൂം 103 സ്വയം പൂട്ടിയിട്ടു. പിന്നെ ഒരിക്കലും പുറത്തു വന്നില്ല. അവരുടെ ഡയറി കണ്ടെത്തി. അവസാനത്തെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ എനിക്ക് അപ്പുറത്തേക്ക് വരാമെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്റെ പ്രതിബിംബം എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. അവളുടെ ശരീരം ഒരിക്കലും കണ്ടെത്തിയില്ല. കണ്ണാടിയുടെ ഉള്ളിൽ ചോര പുരണ്ട ഒരു കൈക്കുത്തിയുടെ അടയാളം മാത്രം. ദശാബ്ദങ്ങൾ കടന്നുപോയി. മുറി അടച്ചുപൂട്ടി. പുതിയ തലമുറകൾ വന്നുപോയി. കഴിഞ്ഞ വർഷം വരെ അവനി എന്നൊരു സ്കോളർഷിപ്പ് വിദ്യാർത്ഥിനി ആ സ്കൂളിലെത്തി. ആകാംക്ഷയും ധൈര്യവും ഉള്ളവൾ. പ്രേതകഥകളെ പേടിക്കാത്തവൾ. റൂം 103 കേട്ടപ്പോൾ അവൾക്കത് കാണണമെന്ന് തോന്നി. ഒരു മഴയുള്ള രാത്രിയിൽ അവൾ ഹെഡ്മിസ്ട്രസിന്റെ ഓഫീസിൽ നിന്ന് മാസ്റ്റർ കീ മോഷ്ടിച്ച് നിശബ്ദമായ കിഴക്കേ ഇടനാഴിയിലൂടെ പതിയെ നീങ്ങി. തുരുമ്പിച്ച വാതിലിനടുത്തെത്തിയപ്പോൾ അവളുടെ ഫ്ലാഷ് ലൈറ്റ് മിന്നിക്കൊണ്ടിരുന്നു. മരത്തിൽ കൊത്തിവെച്ചത് കഷ്ടിച്ച് കാണാമായിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷം കണ്ണാടിയിൽ നോക്കരുത്. അവൾ അകത്തേക്ക് കയറി. മുറി തൊട്ടറിയാത്ത നിലയിലായിരുന്നു. പൊടിപിടിച്ച ഒരു കട്ടിൽ, തകർന്ന കസേര, ചുമരിൽ ഘടിപ്പിച്ച ഒരു വലിയ കണ്ണാടി. കണ്ണാടി ചില്ല് വിചിത്രമായി. ദ്രാവകം പോലെ തോന്നി. തൊട്ടാൽ ഓളം വെക്കുമോ എന്ന് തോന്നും പോലെ. അപ്പോഴാണ് അവളുടെ ഫ്ലാഷ് ലൈറ്റ് കെട്ടുപോയത്. മുറി ഇരുട്ടിലായി. എന്നാൽ കണ്ണാടി മാത്രം വ്യക്തമായി നിന്നു. അതിൽ അവനി അവളെ തന്നെ കണ്ടു. പക്ഷേ അവളുടെ പ്രതിബിംബം ചലിക്കുന്നില്ലായിരുന്നു. അതവിടെ വെറുതെ നിന്നു, ചിരിച്ചുകൊണ്ട്. ഒരു സാവധാനത്തിലുള്ള, എല്ലാം അറിയുന്ന അമിതമായ ചിരി. അവനി പിന്നോട്ട് മാറി. അവളുടെ പ്രതിബിംബം മാറിയില്ല. പിന്നെ അത് തല ചരിച്ചു. മനുഷ്യനെ പോലെയല്ല, ഒരു കൗതുകമുള്ള മൃഗത്തെപ്പോലെ. അത് മുന്നോട്ട് വന്നു. പക്ഷേ അവനി അനങ്ങിയിരുന്നില്ല. അവൾ ഓടാൻ തിരിഞ്ഞു. പക്ഷേ വാതിൽ അപ്രത്യക്ഷമായിരുന്നു. ഇപ്പോൾ ഇരുട്ടും കണ്ണാടിയും മാത്രമാണ് അവിടെയുള്ളത്. അവളുടെ മുഖം ധരിച്ച ആ വസ്തു. അത് മന്ത്രിച്ചു. നീ കൂടുതൽ നേരം നോക്കിപ്പോയി. അടുത്ത ദിവസം രാവിലെ ഹെഡ്മിസ്ട്രസ് മുറി ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടു. അവനിയില്ല. ബലമായി പ്രവേശിച്ചതിന്റെ അടയാളങ്ങളില്ല. കണ്ണാടി മാത്രം. കണ്ണാടിയിൽ ആദ്യത്തെ പ്രതിബിംബത്തിനു പിന്നിൽ ഇപ്പോൾ രണ്ടാമതൊന്ന് കൂടി നിന്നു. രണ്ടും ചിരിച്ചുകൊണ്ട്. കണ്ണാടി വിശ്വസിക്കാത്തവരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് അവർ പറയുന്നു. അത് അവർക്ക് ഉള്ളിൽ ഒരു സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു, പകരം എന്തെങ്കിലും പുറത്തെടുക്കുന്നു. സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. റൂം 103 ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും സെന്റ് ഹെലൻസ് ബോർഡിംഗ് സ്കൂളിൽ എത്തുകയും വാതിൽ തുറന്നിരിക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കരുത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും കണ്ണു ചിമ്മരുത്.